ഹലോ ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രവും വേദയും നല്ല സ്നേഹത്തിലൊന്നും അല്ലെങ്കിലും വേദ വിക്രത്തിനെ നന്നാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കമല പറയുന്നുണ്ട്, മാഷ് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്, മക്കളെ ഓർത്ത് മാഷ് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും മാഷിൻ്റെ ആ വിഷമം മാറി സന്തോഷത്തോടെ കുറച്ച് നാളെങ്കിലും മാഷ് ജീവിക്കുന്നത് എനിക്ക് കാണണം എന്ന് പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഞാനത് ശരിയാക്കാമേ, മാഷിൻ്റെ മക്കളെല്ലാവരും നന്നാവും, നമുക്കാദ്യം വിശ്വേട്ടനിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് പറയാണ്. അങ്ങനെ വിശ്വനെ നന്നാക്കാൻ തന്നെ നോക്കുകയാണ് വേദ കേട്ടോ. അതിനുള്ള ഓരോ പരിപാടികളും നോക്കുകയും വിശ്വന് ഒരു ജോലി ഒപ്പിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യാണ്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായ ദയവ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വേദ ശ്രീജയോട് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ, കുറച്ചൊക്കെ അഭിനയിക്കണം, അങ്ങനെ വിശ്വേട്ടനെ ഒന്ന് മാറ്റിയെടുക്കണം നമുക്ക് എന്ന്. അങ്ങനെ ശ്രീജ പനിയാണെന്ന് പറഞ്ഞ് കിടക്കുകയാണല്ലോ. ശ്രീജയ്ക്ക് ഒരു ബ്രെഡും പഴമൊക്കെ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞ് വിടുവാണ്. അതേസമയം വിശ്വൻ്റെ കയ്യിലാണെങ്കിൽ ഒരു 10 പൈസ ഇല്ല. വിശ്വന് ആകെ ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് വേദയോട് ചോദിക്കുന്നത്? വേദയോട് ചോദിക്കാൻ ചെന്നപ്പം വേദ കുറേ ഡയലോഗൊക്കെ ഇടുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ വിശ്വൻ വേദയോട് ചോദിക്കുന്നുമില്ല. അതിനൊക്കെ ശേഷം വിശ്വന് ആകെപ്പാടെ ബുദ്ധിമുട്ടിയിട്ട് കടയിലേക്ക് ചെല്ലുകയാണ്. കടയിൽ ചെന്നിട്ട് അവിടെ നിന്നിട്ട് കടക്കാരനോട് പറയാണ്, ഒരു ബ്രെഡും കുറച്ച് പഴവും വേണം, അതൊന്ന് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കടക്കാരൻ ചോദിക്കുന്നുണ്ട്, ആരുടെ പറ്റില്ല, വിശ്വൻ്റെ കയ്യിൽ പണമുണ്ടോ എന്ന് ചോദിക്കുമ്പം പറയാണ്, പണം ഞാൻ തരാം എന്ന് പറയാണ്. അയാളപ്പോൾ അത് കേട്ട ഭാവം പോലും വയ്ക്കാതെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അതേസമയം മറ്റുള്ളവരൊക്കെ വന്നിട്ട് ഓരോ സാധനങ്ങൾ ചോദിക്കുമ്പം അതെല്ലാം കടക്കാരനെടുത്ത് കൊടുക്കുകയാണ്. വിശ്വൻ അവിടെ നിന്നിട്ട് പറയുന്നുണ്ട്, ഒരു ബ്രെഡ് എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ അതൊന്നും എടുത്തു കൊടുക്കുന്നുമില്ല. അങ്ങനെ ആകുമ്പോഴേക്കും ഇയാൾ ഇങ്ങനെ കുറേ നേരമായി കഴിയുമ്പം വിശ്വൻ ചോദിക്കുക, എന്താടോ ഇത്, ഞാൻ എത്ര നേരമായി വന്നിട്ട് ഒരു ബ്രെഡ് ചോദിക്കുന്നു, ഇതുവരെ അതൊന്നും തരാറായില്ലേ തനിക്ക് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കടക്കാരൻ പറയുന്നുണ്ട്, അതെ, ഒരു ബ്രെഡ് ചോദിച്ചെങ്കിൽ അത് തരണമെങ്കിലേ ഇവരൊക്കെ പെട്ടെന്ന് വാങ്ങിച്ചുകൊണ്ട് പോയാൽ അവരൊക്കെ അപ്പം തന്നെ പണം തരുന്നുണ്ട്, വിശ്വൻ്റെ കയ്യിൽ അതൊന്നും തരാനില്ലല്ലോ. അത് വിശ്വൻ ഒരു സാധനവും കൊടുക്കരുതെന്നാണ് മാഷ് പറഞ്ഞിരിക്കുന്നത്, പറ്റിലും കടവും ഒന്നും കൊടുക്കരുതെന്ന് മാഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിശ്വൻ പറയണം, എടോ തൽക്കാലത്തേക്ക് ഇപ്പോൾ താടോ, എങ്ങനെയെങ്കിലും എൻ്റെ ഭാര്യയ്ക്ക് വയ്യാതെ കിടക്കാണ്, അവൾക്ക് കഴിക്കാൻ കൊടുക്കാനായിട്ടാണ് എന്ന് പറയുകയാണ്. അങ്ങനെ അയാൾ പറയുന്നുണ്ട്, ആ ഇപ്പം വേണേ ഇത് കൊണ്ടുപോയിക്കോ എന്ന് പറയാം. അങ്ങനെ ബ്രെഡൊക്കെ വാങ്ങിയിട്ട് വരികയാണ് കേട്ടോ. വന്ന് ശ്രീജയുടെ അടുത്തിരുന്നിട്ട് പറയാണ്, ശ്രീജെ നീ എഴുന്നേക്ക്, ദേ ഞാൻ പോയി ബ്രെഡ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ശ്രീജ ചോദിക്കുകയാണ്, അത് വിശ്വേട്ടൻ എങ്ങനെ കൈ പൈസ ഉണ്ടായിരുന്നോ? അപ്പോൾ പറയാണ്, ഏയ് ഇല്ല, ആ കടക്കാരൻ എന്നെ ഒരുപാട് അപമാനിച്ചു, അയാൾ എനിക്ക് തരില്ല എന്ന് വരെ പറഞ്ഞു, പിന്നെ ഞാൻ കാല് പിടിച്ച് വാങ്ങിക്കൊണ്ട് വന്നതാണ് എന്ന് പറയാണ്. നീ ഇത് കഴിക്ക് എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ ശ്രീജയ്ക്ക് വിശ്വൻ അത് കൊടുക്കുവാണ്. ശ്രീജ അപ്പോൾ അത് വാങ്ങി കഴിക്കുന്നുണ്ട്. എന്നിട്ട് ശ്രീജ പറയാ, വിശ്വേട്ടാ, നമുക്ക് പണം ഇല്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നത്, ഇപ്പം തന്നെ എനിക്കിങ്ങനൊരു വയ്യായിക വന്നപ്പം വിശ്വേട്ടനൊരു മരുന്ന് വാങ്ങിത്തരാനോ ഒരു ബ്രെഡ് വാങ്ങിത്തരാനോ പോലും പറ്റുന്നില്ല. നാട്ടുകാരുടെ എല്ലാം മുമ്പിൽ അങ്ങ് വിലയില്ലാത്തവനായി പോവല്ലേ വിശ്വേട്ടന് സ്വന്തം നിലയ്ക്ക് ഒരു വിലയൊക്കെ ഉണ്ടാക്കണം എന്ന് പറയാണ്. അപ്പോൾ വിശ്വൻ പറയാണ്, അതെ എനിക്കും ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ ശ്രീജ പറയുന്നുണ്ട്, അതെ വിശ്വേട്ടനൊരു ജോലിക്ക് പോകണം, ഒരു ജോലി കണ്ടെത്തി പോയി ജോലി നോക്കി പണം ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു തീരുമാനമാവുമെന്ന് പറയുമ്പം വിശ്വൻ പറയണം, എനിക്കിപ്പോൾ ഇനി ആരാ ജോലി തരാനായിട്ട്, ആരും എനിക്ക് ജോലിയൊന്നും തരാനില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് അങ്ങോട്ട് വരികയാണ് വേദ പറഞ്ഞു, അതാര് പറഞ്ഞു വിശ്വേട്ടൻ ആരും ജോലി തരാനില്ലെന്ന്, ഞാൻ വിശ്വേട്ടനൊരു ജോലി വാങ്ങിത്തന്നാൽ വിശ്വേട്ടൻ പോവോ? അപ്പം വിശ്വൻ പറയണേ, വേറെ വല്ല പണിയും പറ, എനിക്കിനിയൊന്നും ജോലി കിട്ടില്ല, ഉള്ളതൊക്കെ മതിയെന്നേ, ദേ ഞാൻ ഈ പറമ്പിൽ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കൃഷി ചെയ്തോളാം, അതുപോലെ തന്നെ റേഷനരിയൊക്കെ കിട്ടുന്നുണ്ട്, അതൊക്കെ കൊണ്ട് അങ്ങ് ജീവിച്ചാൽ പോരെ, എന്തിനാ ഇനി ഞാൻ ജോലിക്കൊക്കെ പോകുന്നത്? അപ്പോൾ വേദ പറയാണ്, അതല്ല വിശ്വേട്ടൻ ജോലിക്ക് പോയി 10 പൈസ ഉണ്ടാക്കിയാൽ അത് ശ്രീചേട്ടത്തേക്കും കുട്ടിക്കും അതുപോലെ തന്നെ അച്ഛനും ഒക്കെ ഒരു സഹായമാവില്ലേ? മാഷിപ്പം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ. നിങ്ങൾ ആൺമക്കളെല്ലാവരും പണിയെടുത്ത് പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ അച്ഛന് സ്വസ്ഥതയാവില്ലേ, സന്തോഷമാവില്ലേ വിശ്വേട്ടാ? അതിനാരാ വേദേ എനിക്ക് ജോലി തരുന്നത്? ജോലിയൊക്കെ കിട്ടും വിശ്വേട്ടാ, ഞാനത് ശ്രമിക്കാം. വിശ്വേട്ടൻ്റെ ബയോഡേറ്റ ഞാൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ, അടുത്ത ദിവസം തന്നെ അവളോട് ഞാനത് പറഞ്ഞ് ശരിയാക്കാം. അങ്ങനെയാണെങ്കിൽ വിശ്വേട്ടൻ പോവുമെന്ന് ചോദിക്കുക. അപ്പോൾ വിശ്വം പറയാം, അങ്ങനെയാണെങ്കിൽ ഞാൻ പോവും, ഒരു ജോലി കിട്ടിയാൽ ഞാൻ പോവും വേദേ എന്ന് പറയാൻ. അപ്പോൾ വേദ കുറച്ച് പണം എടുത്ത് വിശ്വൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്.
എന്നിട്ട് പറയുന്നുണ്ട്, വിശ്വേട്ടാ ദേ ഈ പൈസ ഞാൻ വിശ്വേട്ടൻ്റെ ഈ തരികയാണ്. ഇതെന്തിനാ വേദേ, എനിക്കിപ്പോൾ പണത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഏയ് അങ്ങനെയൊന്നും അല്ല വിശ്വേട്ടാ, ഇത് ഞാൻ തന്നത് ഒരു ചെറിയ ജോലിയാണ്. വിശ്വേട്ടൻ്റെ മടി മാറുമോ, വിശ്വേട്ടൻ ജോലി ചെയ്യാൻ കേപ്പബിൾ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതെന്താ വേദേ, ദേ ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ കുറച്ച് അവശ്യ സാധനങ്ങളാണ്, എനിക്ക് വേണ്ടിയിട്ടുള്ളതാ. അതൊക്കെ വിശ്വേട്ടൻ ടൗണിൽ പോയിന്ന് വാങ്ങിക്കൊണ്ട് വരണം. സൈക്കിളിൽ പോയിട്ട് ഈ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് വരിക, അതാ വിശ്വേട്ടൻ്റെ ജോലി എന്ന് പറയുമ്പം വിശ്വ പറയാണ്, അതിനെന്താ, അത് ഞാൻ ചെയ്യാമല്ലോ, എനിക്കത് സന്തോഷമേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ആരും ഒരു ജോലിയൊന്നും തരാറില്ല, അതുകൊണ്ടാ എന്ന് പറയാണ്. അങ്ങനെ വിശ്വൻ ആ ലിസ്റ്റും ഒക്കെ ആയിട്ട് ടൗണിൽ പോവാണ് കേട്ടോ. പണവും കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ലിസ്റ്റ് അനുസരിച്ച് എല്ലാ സാധനങ്ങളും നോക്കി വാങ്ങുകയാണ് വിശ്വൻ. എന്നിട്ട് തിരിച്ചു വരുന്നുണ്ട്. ബാക്കി പണവും ഉണ്ട് കയ്യിൽ. അത് കൊണ്ടുവന്ന് വേദയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ദാ വേദേ, നീ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇല്ലേന്ന് നോക്കിക്കേ. ഞാൻ നോക്കിയിട്ട് എല്ലാം ഉണ്ട്. ദേ മിച്ച പണവും ഉണ്ട് കയ്യിൽ. എന്നാ ഇത് വെച്ചോ, കണക്കൊക്കെ നീ നോക്ക് ശരിയാണോ എന്ന്. അപ്പോഴേക്ക് വേദ പറയാണ്, കണക്കൊക്കെ ശരിയായിരിക്കുമല്ലോ. വിശ്വേട്ടൻ കണക്ക് ലിസ്റ്റുമൊക്കെ നോക്കിയല്ലേ സാധനങ്ങൾ വാങ്ങിയത്. ഏതായാലും താങ്ക്സ് വിശ്വേട്ടാ ഇങ്ങനൊരു കാര്യം ചെയ്തതിന് എന്ന് പറയാണ്. അപ്പം വിശ്വൻ പറയാണ്, ഓ അതൊക്കെ ഒരു ജോലിയാണോ വേദി, ഇതൊരു ജോലിയായിട്ട് തന്നെ വിശ്വേട്ടൻ കാണണം എന്ന് പറയാണ്. എന്നിട്ട് വേദ കുറച്ച് പണം വിശ്വൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇതെന്താ വേദേ, ഇനിയും നിനക്ക് സാധനങ്ങൾ വാങ്ങാനുണ്ടോ? ഏയ് ഇനി സാധനങ്ങൾ വാങ്ങാനൊന്നും അല്ല, പക്ഷേ ഈ ജോലിക്ക് കൂലിയായിട്ട് ഞാൻ വിശ്വേട്ടൻ ഇത് തരിക. അപ്പോൾ വിശ്വൻ പറയാണ്, വേണ്ട, നീ എനിക്ക് കൂലി തരാനോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല വേദേ. അങ്ങനല്ല വിശ്വേട്ടാ, ചെയ്യുന്ന ജോലിക്ക് കൂലി വാങ്ങണം. അതുകൊണ്ട് വിശ്വേട്ടൻ ഇത് കൈ വെച്ചോ, ജോലിക്കുള്ള കൂലിയായിട്ട്. ഇനി അടുത്ത ദിവസം മുതൽ വേറെ ജോലിക്ക് പോകുമ്പം അപ്പോഴും വിശ്വേട്ടൻ ഇതുപോലെ ശമ്പളം കിട്ടും. അതാ ഞാൻ പറഞ്ഞത്, വാങ്ങിച്ചു വച്ചു എന്ന് പറയാണ്. അപ്പോൾ ശ്രീജയും പറയുന്നുണ്ട്, ശരിയാ വിശ്വേട്ട, വേദ തന്നതല്ലേ, അത് വാങ്ങ് എന്ന് പറയാണ്. അങ്ങനെ വിശ്വനോട് വേദ പറയുന്നുണ്ട്, അടുത്ത ദിവസം തന്നെ ഇൻ്റർവ്യൂ ഉണ്ട്, വിശ്വേട്ടൻ രാവിലെ തന്നെ പോകണം കേട്ടോ. പോയി കഴിഞ്ഞാൽ ഈ ജോലി ശരിയാകും, ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിനോട്. അപ്പോൾ പിന്നെ സ്ഥിരമായിട്ട് ജോലിക്കൊക്കെ പോകുമല്ലോ അല്ലേ വിശ്വേട്ട. അപ്പോൾ വിശ്വൻ പറയാണ്, ഞാൻ പോകുന്നേ, എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ വിശ്വൻ എണീക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ശ്രീജ അടുത്ത് ചെന്നിട്ട് വിളിക്കുന്നുണ്ട്, വിശ്വേട്ട ഇന്നലെ വേദ പറഞ്ഞ ഇൻ്റർവ്യൂ, അതിനൊന്ന് പോയി ജോലി കിട്ടുവാണെങ്കിൽ പോകാമല്ലോ എന്ന് പറയാണ്. അപ്പോൾ വിശ്വൻ വീണ്ടും മടി പിടിക്കുമ്പം ഉടനെ തന്നെ പറയാണ് ശ്രീജ, അതെ വിശ്വേട്ടൻ പോകുന്നുണ്ടോ, വേദ പറഞ്ഞിട്ടല്ലേ. അങ്ങനെ വിശ്വൻ എണീറ്റ് അണിഞ്ഞൊരുങ്ങി ജോലിക്ക് ആയിട്ട് ഇൻ്റർവ്യൂവിന് പോവാണ്. അങ്ങനെ ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ട് വിശ്വൻ ആ ജോലി കിട്ടുകയാണ് കേട്ടോ. തിരിച്ചു വന്ന എല്ലാവരോടും ആ സന്തോഷം പറയുന്നുണ്ട്, എനിക്ക് ആ ജോലി കിട്ടി, നാളെ തന്നെ ജോയിൻ ചെയ്യണം എന്ന് പറയാണ്. അപ്പോൾ അത് കേൾക്കുമ്പം കമലയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമാവാണ്. ശ്രീജയാണേലും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക. വിക്രത്തിനോടും എല്ലാവരോടും പറയുന്നുണ്ട് കേട്ടോ. മാഷിനോടും പറയാണ്, എനിക്ക് ജോലി കിട്ടി, ഇന്ന് മുതൽ ഞാൻ ജോയിൻ ചെയ്യാൻ പോവാണ് അച്ഛാ. അപ്പോൾ മാഷി പറയാണ്, ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു, നിന്നെ എത്ര ജോലിക്ക് കയറ്റിയിട്ടുള്ളതാ, നീ ഈ ജോലിയും സ്ഥിരമാക്കുമോ വിശ്വ, അതോ അത് നിർത്തിയിട്ട് വരുമോ? ജോലിക്ക് പോയി ഒരു മാസത്തെയെങ്കിലും ശമ്പളം നീ വാങ്ങ്, എന്നിട്ട് ഞാനിതൊക്കെ അങ്ങ് അംഗീകരിക്കാം എന്ന് മാഷും പറയാണ്. അതേസമയം ശ്രീജയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ്. ശ്രീജ വേദയോട് പറയാണ്, വേദേ നീയാണ് ഈ വീടിൻ്റെ വിളക്ക്, നീ വന്നപ്പോഴാണ് ഇവിടെ എല്ലാവരുടെയും മുഖത്തിന് ഒരു തെളിച്ചവും മാറ്റവും ഒക്കെ വന്നത്. വിശ്വേട്ടൻ മടി പിടിച്ച് എങ്ങും പോകാതെ കിടന്നതാ, ദേ ഇപ്പോൾ ജോലിക്കായിട്ട് ഇറങ്ങി പോകുന്നത് കണ്ടിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി വേദയെന്ന് പറയാണ്. അങ്ങനെ വിശ്വൻ ഒരു മാസം മുഴുവൻ ജോലിക്ക് പോവാണ് കേട്ടോ, മടിയില്ലാതെ. അങ്ങനെ ഒരു മാസത്തെ ശമ്പളവും കിട്ടുന്നുണ്ട്. ശമ്പളം കിട്ടിക്കഴിയുമ്പം വിശ്വൻ കാമലത്തിനും അതുപോലെ തന്നെ മാഷിനും ഒക്കെ ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. എന്നിട്ട് കൊണ്ടുവന്ന് മാഷിനത് കൊടുക്കുവാണ്. അപ്പോൾ മാഷിന് ഒരുപാട് സന്തോഷമാവുക. മാഷ് പറയുന്നുണ്ട്, ആഹാ വിശ്വ, നീ ജോലിക്ക് പോയി ശമ്പളം കിട്ടിയോ? കിട്ടി. ഓഹോ, അതുകൊണ്ട് അച്ഛന് ഈ മുണ്ടും ഷർട്ടും വാങ്ങിയത്. ഇതിലെനിക്ക് സന്തോഷമുണ്ട് വിശ്വ, നീ ജോലിക്ക് പോയതല്ലേ, എന്തായാലും നിനക്ക് മാറ്റമുണ്ട്. എല്ലാവരും പറഞ്ഞ പോലെ അന്ന് നീ ആദ്യമായിട്ട് ജോലിക്ക് പോയപ്പം എനിക്കൊരു പേടിയുണ്ടായിരുന്നു, നീ ജോലി സ്ഥലത്ത് നിൽക്കുക എന്നുള്ള കാര്യത്തിൽ. ഇപ്പം ആ കാര്യത്തിൽ സംശയമെല്ലാം മാറി, നീ നന്നായി വരും. ശരിക്കും വേദ പറഞ്ഞത് ശരി തന്നെയാണ്. അവൾ പറഞ്ഞതുപോലെ നിനക്ക് ജോലി കിട്ടി, നീ പോയി, നിനക്ക് മാറ്റമുണ്ട്. നിന്നെ മാറ്റാൻ വേദയെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ഇനി വിക്രത്തിനെയും കൂടെ മാറ്റിയെടുക്കാൻ അവളെ കൊണ്ട് പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറയാണ്. അപ്പോഴേക്കും കമലവും പറയുന്നുണ്ട്, ശരിയാ, വിക്രവും മാറും മാഷേ, വേദ അതിന് ശ്രമിക്കുന്നുണ്ട്, വേദയെ കൊണ്ട് അതിനൊക്കെ പറ്റും എന്ന് പറയാണ്. അപ്പോൾ അവിടെ നിന്ന് നന്ദിനി പറയാ, പിന്നെ വേദയെ കൊണ്ട് പറ്റും, ഇപ്പം എന്ത് പറ്റിയെന്നാ, വിശ്വേട്ടൻ ഒരു മാസം ജോലിക്ക് പോയതാണോ ഇവളെ കൊണ്ട് പറ്റിയ വലിയ കാര്യം, ഏതാണ്ട് വലിയ കാര്യം കുടുംബത്തിൽ ചെയ്തതുപോലാണല്ലോ നിങ്ങളൊക്കെ പറയുന്നത്.
അപ്പോൾ കമല പറയാണ്, വലിയ കാര്യം തന്നെയാണ് ചെയ്തത്. മടി പിടിച്ച് വീട്ടിൽ കിടന്ന് ഉറങ്ങിയിരുന്ന വിശ്വം 1 മാസം തികച്ച് ജോലിക്ക് പോയി. ആ ശമ്പളം കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. അതൊക്കെ ഞങ്ങൾക്ക് വലിയ കാര്യം തന്നെയാണ് നന്ദിനി എന്ന് പറയാണ് കമലയും. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്